സുരേഷ് ഗോപിയെ നായകനാക്കി പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന JSK സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് നാളെ മുതൽ ആരംഭിക്കും. ഇന്നലെ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ട്രെയിലർ വീഡിയോ ഇതിനോടകം 4 ലക്ഷത്തിലധികം കാഴ്ചക്കാരാണ് കണ്ടത്. ജൂലൈ 17-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. അനുപമ പരമേശ്വരൻ, മാധവ് സുരേഷ്, ദിവ്യ പിള്ള, ബൈജു സന്തോഷ് എന്നിവരും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ 253ാമത് ചിത്രമാണ് JSK. ആടച്ചൂവിന്റെ വിജയത്തിന് പിന്നാലെ ഷാജിപ്പാപ്പനും പിള്ളേരും വീണ്ടും വരുന്ന ആട് 3യുടെ പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ട് സംവിധായകൻ മിഥുൻ മാനുവൽ. സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണെന്ന വിവരമാണ് സംവിധായകൻ പുറത്തുവിട്ടത്. പ്രീ പ്രൊഡക്ഷൻ വർക്കടക്കമുള്ള ഏതാനും ഭാഗങ്ങളും ആട് ആദ്യ ഭാഗത്തിന്റെയും രണ്ടാം ഭാഗത്തിന്റെയും ചില സീനുകളും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയും സംവിധായകൻ പങ്കുവച്ചിട്ടുണ്ട്. 2024-ലാണ് സിനിമയുടെ 3ാം ഭാഗം വരുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. പിന്നാലെ ഒക്ടോബറിൽ ചിത്രം തുടങ്ങുമെന്ന് അറിയിച്ച് ടൈറ്റിലും പുറത്തുവിട്ടു. ആട് 3 വൺ ലാസ്റ്റ് റൈഡ് എന്നാണ് ചിത്രത്തിന്റെ പേര്. മാളികപ്പുറത്തിന് ശേഷം വിഷ്ണു ശശി ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം സുമതി വളവ് തിയേറ്ററുകളിലേക്ക്. ശ്രീ ഗോകുലം മൂവീസ്, വാട്ടർമാൻ ഫിലിംസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം ഓഗസ്റ്റ് 1-ന് തിയേറ്ററുകളിലെത്തും. അഭിലാഷ് പിള്ളയാണ് തിരക്കഥ. 90കളുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ അർജുൻ അശോകൻ, ബാലു വർഗീസ്, ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, സിദ്ധാർത്ഥ് ഭരതൻ, ശ്രാവൺ മുകേഷ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. സിനിമാ പ്രേക്ഷകരെ രസിപ്പിച്ചുകൊണ്ട് സൂപ്പർ വിജയം നേടി പ്രദർശനം തുടരുകയാണ് ദേവദത്ത് ഷാജി സംവിധാനം ചെയ്ത ധീരൻ. ചിയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ലക്ഷ്മി വാര്യരും ഗണേഷ് മേനോനും ചേർന്നാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. സംവിധായകൻ തന്നെയാണ് ഈ ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത്. അക്ഷയ് കുമാറിനെയും സെയ്ഫ് അലി ഖാനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്തുവിട്ടു. 17 വർഷങ്ങൾക്ക് ശേഷം സെയ്ഫും അക്ഷയ് കുമാറും ഒന്നിക്കുന്ന ചിത്രമാണിത്. അക്ഷയ് കുമാറും സെയ്ഫ് അലി ഖാനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചാണ് പ്രിയദർശൻ സിനിമയുടെ ടൈറ്റിൽ അറിയിച്ചിരിക്കുന്നത്. ഹൈവാൻ ലോഡ്സിൽ അക്ഷയ് കുമാറിനും സെയ്ഫ് അലി ഖാനും ഒപ്പമുള്ള എന്റെ അടുത്ത ചിത്രം എന്നാണ് പ്രിയദർശൻ കുറിച്ചിരിക്കുന്നത്. രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലിയുടെ ട്രെയിലർ ഓഗസ്റ്റ് 2-ന് പുറത്തിറങ്ങും. റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് സംവിധായകന്റെ പ്രതികരണം. നാഗാർജുന, സൗബിൻ ഷാഹിർ, ഉപേന്ദ്ര സത്യരാജ്, ശ്രുതി ഹാസൻ എന്നിവർക്ക് പുറമെ സൂപ്പർ താരം അമീർ ഖാനും ചിത്രത്തിലുണ്ട്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ